ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. റൂട്ട് പ്രൊഫസർ ആൻഡ് സ്കൂൾ ഗേൾ. നമുക്ക് സ്റ്റോറി പോവാം. ജങ്കുക്ക് പറഞ്ഞ റിച്ച് ആണ്, ബിസിനസ്മാൻ. ജങ്കുക്ക് സിഒ ആണ്. അതുമാത്രമല്ല ഹീറോ ജങ്കുക്ക് പറഞ്ഞ കോളേജ് പ്രൊഫസറാണ്. നമ്മൾ ഹീറോ സ്കൂൾ ഗേളാണ്. ഹീറോ +1 പഠിക്കുന്നത്. നമുക്ക് സ്റ്റോറി പോയിട്ട് നോക്കാം. മിയ, എൻ്റെ മമ്മി. മിയ, സ്കൂൾക്ക് പോകണ്ടേ? എന്താ ചെയ്യുന്ന? മമ്മി, ഞാൻ സ്കൂൾക്ക് പോകില്ല. ആ ടീച്ചറിന് വെച്ച് ടോർച്ചർ ചെയ്യുക. സ്കൂൾ പഠി ടോർച്ചറാ. മിയ, നീ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ? എന്താ മീ പറയാ? പഠിക്കുന്ന കുട്ടിയാ. ആ ടീച്ചർ തന്നെ പഠിക്കാൻ തോന്നില്ല. ഭയങ്കര ടോർച്ചറാ ആ ടീച്ചർ. ആ റോബോട്ടാണ് പറഞ്ഞ എന്ന് മിയ പറയായിരുന്നു. മിയ എൻ്റെ അമ്മ ചിരിക്കായിരുന്നു. എന്താ റോബോട്ടാ? എന്താ മിയ പറയുന്നത്? നടന്ന ഇപ്പം മിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ. ആ മിസ്സ് വന്നായിരുന്നു. ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാം, അത് നിങ്ങൾക്ക് ഇരട്ടി ചെയ്യണോ എന്ന് പറയണ ടീച്ചർ. അത് കേട്ട് ഹീറോ, എന്താ കുട്ടികളെ ചെയ്തു കഴിഞ്ഞോ? ആ മാം, ഇതെന്താ മാം? ഓ ബോയ് ബേബീസ് എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. മാം ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ പേര് ജൂലിയാണ്. ആ ജൂലി മാം ഇംഗ്ലീഷ് ടീച്ചറാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരി ബോയ്സ്, വെരി ഗേൾസ്, ബായ്, ഞാൻ മീറ്റ് എനിക്ക് ലേറ്റായി എന്ന് പറഞ്ഞ് ആ ടീച്ചർ അവിടെ നിന്ന് പോയിരുന്നു. ജൂലിയാണ് ആ ടീച്ചറിൻ്റെ പേര്. ഓക്കെ, ജൂലി അവിടെ നിന്ന് പോയിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. ഈ ടീച്ചർ വളഞ്ഞു മുണ്ടുക. ടീച്ചർ കാണുമ്പോൾ ടെൻഷനായി. നമ്മളോട് ഗേൾസിനോട് ടെറർ ഗേൾസ് കറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടോർച്ചറാണ് ചെയ്യുന്നത്. മിയ പറയുന്നത്. ഇത് കേട്ട് അമ്മ ശരിക്കായിരുന്നു. എന്താടി ഇത് പറയാ? പ്ലീസ് മമ്മി, അങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മിയൻ്റെ ഡാഡി പറയുന്നു. മോള് സ്കൂളിൽ പോ. ഡാഡി വരുമ്പോൾ മോക്ക് ഐസ്ക്രീം കൊണ്ടുവരാം. സത്യമാണോ ഡാഡി? അതേ മോളെ, നിനക്ക് എന്ത് ഫ്ലേവർ ഐസ്ക്രീം വേണോ? എനിക്ക് ഈ ഫ്ലേവർ ഐസ്ക്രീം വേണോ? ഡാഡി ഇല്ല, ഫുൾ കളർ ഐസ്ക്രീമാണ് ഡാഡ്. എന്നെ മിയ പറയുന്നു. ഫുൾ കളർ ഐസ്ക്രീമാണ് ഡാഡ്, പ്ലീസ് കൊണ്ടുവരണോ? ശരി മോളെ എന്ന് പറഞ്ഞ് ഡാഡി പറയായിരുന്നു. അങ്ങനെ എനിക്ക് ഓഫീസിൽ പോകണു, ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഡാഡി പോയിരുന്നു. പറഞ്ഞൊരു കാര്യമില്ല എന്ന് പറഞ്ഞ ഹീറോയി ഡാഡിനെ നോക്കായിരുന്നു. ഡാഡി തെറിച്ചോടി പോയിരുന്നു. ഇവളെ വെച്ച് ശരിയാലായിരുന്നു. ഡാഡി തെറിച്ചോടി പോയായിരുന്നു. എന്ത് കാര്യം പറഞ്ഞ അറിയില്ല. ഹീറോയുടെ ഡാഡി പറഞ്ഞ ഒരു കമ്പനീൻ്റെ മാനേജറാണ്. ഹീറോയി പറയണം ബായ് മമ്മി എന്ന് പറഞ്ഞ് വെളിയിൽ വന്നായിരുന്നു. ഓ വാനൊന്നും വന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് വെളിയിൽ കാക്കാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ട് മിനി വന്നായിരുന്നു. മച്ചി, എന്താ സാഡായിട്ടുള്ള? എടി ജങ്കുക്കിനെ ഒന്നും കണ്ടിട്ടില്ല. എന്തൊരു എടി ചേട്ടൻ, അതെ മിയാൻ്റെ ചേട്ടനാണ് ജങ്കുക്ക്. എടി എൻ്റെ ചേട്ടൻ ഓൾറെഡി പോയി കഴിഞ്ഞുടി എന്ന് പറയാൻ ഹീറോയുടെ പേര് ചേഞ്ച് ആയി. എന്താടി എൻ്റെ ചേട്ടൻ? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ ചേട്ടൻ സൈറ്റിരിക്കുക. എൻ്റെ ചേട്ടൻ നിന്നെ കണ്ടുകാതെ ഇരിക്കുക. നിനക്ക് വേറെ പണിയില്ലടി എന്ന് മിയാനോട് പറയായിരുന്നു മിനി. എടി മിനി, എനിക്ക് നിന്റെ ചേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് അറിയില്ലടി, പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യാം. എടി എൻ്റെ ചേട്ടനും ഓൾറെഡി റൂഡാ. നീ എന്തടി പ്രൊപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യില്ലടി. എൻ്റെ ചേട്ടനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നെ ഹീറോയിനോട് പറയുന്നു. എനിക്കിപ്പോഴറിഞ്ഞടി എന്ന് പറയുന്നു. ഇത് കേട്ട് ഷോക്കായിരുന്നു നമ്മൾ മിയാക്ക്. എന്താടി പറഞ്ഞ? ഗേൾ ഫ്രണ്ട് ഉണ്ടാ? അതടി മച്ചി, ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ട് പേര് റോസ് എന്ന് പറയായിരുന്നു. ഹീറോയുടെ വീടും ഒടിഞ്ഞു പോയായിരുന്നു. എന്താടി റോസാ? എടി മച്ചി, റോസ് പറഞ്ഞ ഗേൾ ഫ്രണ്ട് എന്ന്. ഗേൾ ഫ്രണ്ട് അടി പറഞ്ഞേക്കടി എന്ന് പറയണം. ഹീറോയുടെ വീട് ചേഞ്ച് ആയിരുന്നു. റോസാ, ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഹീറോയുടെ വീട് സാഡായിരുന്നു. വിഷമിക്കാണ്ടടി എന്ന് പറഞ്ഞ ഹീറോയുടെ സമാധാനമാക്കായിരുന്നു ഫ്രണ്ട് മിനി. എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും സ്കൂൾക്ക് പോയായിരുന്നു. സ്കൂളിൽ വന്നായിരുന്നു. വെളിയിൽ വന്ന് നോക്കുമ്പോൾ എടി മച്ചി, ഞാനൊരു ജ്യൂസ് മേങ്ങ എന്ന് പറയുന്നു. മിനി പറയുന്നു. അതെടി ഞാൻ ഒരു ജ്യൂസ് മേങ്ങി പോവാ എന്ന് പറഞ്ഞ് ജ്യൂസ് ഷോപ്പിൽ പോയായിരുന്നു. അവിടെ നോക്കും ജങ്കുക്കിൻ്റെ ഗേൾ ഫ്രണ്ട് കൂടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. ഇത് മിനികളുടെ ഷോക്കായിരുന്നു. എടി അങ്ങോട്ട് നോക്കുക, അതാണ് റോസ് ചേച്ചി. എന്താ റോസാ എന്ന് പറഞ്ഞായിരുന്നു. റോസ് പറഞ്ഞ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗേൾ. അത് മാത്രമല്ല ജങ്കുക്കൂടെ ക്ലോസ് ആയ സാധനമൊക്കെ ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സ് പറഞ്ഞ് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്നെക്കാട്ടി കുറച്ച് കളറിടി മച്ചി എന്നെ മിനിയുടെ പറയുന്നത്. അതെ മച്ചി, നീ അവളെ കാട്ട ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മാത്രം അവൾ നോക്കുക എൻ്റെ ചേട്ടനക്ക് എന്നിട്ട് മോഡലായിട്ട് കുറച്ച് പറഞ്ഞ ആ ടീച്ചർ പറഞ്ഞ കുറച്ച് മോഡൽ ഡ്രസ്സ് എന്ന് മോഡലിടും. നോക്കടി എൻ്റെ ചേട്ടനെ കൂടെ സംസാരിക്കുക എന്നായിട്ട് മിനി പറയുന്നത്. ഹീറോയ്ക്ക് അത് കാണുമ്പോൾ ടെൻഷനാണ്. എങ്ങനെയായിട്ട് ഇവർ രണ്ടുപേരും പിരിക്കാമെന്ന് എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് കരച്ചിൽ വരാൻ തുടങ്ങിയായിരുന്നു. വാടി വിഷമിക്കണം എന്ന് പറഞ്ഞാൽ ജ്യൂസ് എടുത്ത് പോയായിരുന്നു.
ജങ്കുക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് അങ്ങനെ ഗേൾ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞ് മിനി എഴുന്നേറ്റ് അവിടെ ഇതാക്കിയായിരുന്നു. ജങ്കുക്ക് എവിടെക്കടാ പോയിട്ടുണ്ടായിരുന്നത്, ഇത്ര ലേറ്റായി. ജങ്കുക്ക് എവിടെക്കടാ പോയത്, ഇത്ര ലേറ്റായി എന്താ എന്ന് മമ്മി ചോദിക്കാണ്. ജങ്കുക്ക് ഡാഡി അതേ ചോദ്യം നോക്കിക്കായിരുന്നു. ഡാഡ് ഒന്നുമില്ല ഡാഡ്, എൻ്റെ എൻ്റെ ഫ്രണ്ട് കൂടെ കറങ്ങിയിട്ട് വന്നതാ, അതൊക്കെ ലേട്ടതാ എന്ന് പറയുന്നു. ജങ്കുക്ക് ഒരു കാര്യം പറയുന്നുണ്ടടാ എന്ന് പറയുന്നു. ജങ്കുക്ക് നിന്നായിരുന്നു. മമ്മി ഡാഡി എന്താ പറയുന്നുണ്ടോ? ജങ്കുക്ക് നിനക്ക് മാരേജ് ചെയ്യാമെന്ന് വെച്ചായിരുന്നു, നിനക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട്? ആ പെണ്ണ് ഇത് പറയുക, മോം ഇപ്പം വേണ്ട മമ്മി, കുറച്ചത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ മാരേജ് കഴിക്കാമെന്ന് പറയായിരുന്നു. ശരി ജങ്കുക്ക്, കറക്റ്റ്, ശരി ഡാഡി എന്നാൽ ജങ്കുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. ഇപ്പോൾ വേണ്ട എന്ന് പറയാം. ശരിടാ, അത് കഴിഞ്ഞ പിന്നെ മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ജങ്കുക്ക് പറഞ്ഞു ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് പറഞ്ഞാൽ എല്ലാ കുറേ ബിസിനസ് ഉണ്ട്, എനിക്ക് കുറച്ച് ടോപ്പ് വേണം. ആ ടോപ്പ് സ്റ്റാർ പറഞ്ഞാൽ സ്റ്റാർ കിട്ടുന്നുണ്ട്, ആ സ്റ്റാർ എനിക്ക് കിട്ടണം മമ്മി. ശരിടാ 7 സ്റ്റാർ കിട്ടണം ഡാഡ്, എനിക്ക് 7 സ്റ്റാർ കിട്ടിയ പിന്നെ ഞാൻ മാരേജ് കഴിക്കാം എന്ന് ജങ്കുക്ക് പറയായിരുന്നു. ശരിടാ 7 സ്റ്റാർ കിട്ടിയ പിന്നെ നീ മാരേജ് കഴിക്കുമല്ലേ? മാരേജ് കഴിക്കും മോം. ഇപ്പം എനിക്ക് 4 സ്റ്റാറാണ് കിട്ടിയത്, എനിക്ക് 7 സ്റ്റാർ കിട്ടണം, അപ്പം ഞാൻ മാരേജ് കഴിക്കാം എന്ന് ജങ്കുക്ക് പറഞ്ഞു. ബിസിനസ്സിലും സ്റ്റാറെല്ലാം ഉണ്ടായിരുന്നു. ജങ്കുക്ക് മമ്മി ശരിടാ എന്ന് പറയുന്നു. കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഇപ്പോൾ 12th +1 കഴിഞ്ഞ് നെക്സ്റ്റ് 12th ഹീറോ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഹീറോ ലീവാണ്. ഹീറോയ്ക്ക് ലീവ് കഴിഞ്ഞ് ഇപ്പോൾ ഹീറോയ്ക്ക് സ്കൂൾക്ക് പോകാൻ ടൈമായി. +2 എത്തിയത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാ ഫ്രണ്ട്സിനോട് പറയുന്നു, മച്ചി ഞങ്ങൾ +2 എത്തിയിടി എന്ന് പറഞ്ഞ് ഹീറോ ഹാപ്പി ആയിട്ട് ഇതൊക്കെ ക്ലാസ്സിക്ക് ടീച്ചർ വരാൻ പോകുന്നതെന്ന് പറയുന്നു. ഹീറോ ആരുടെ ടീച്ചർ വരാൻ പോകുന്നത്? ഒരു ഹാൻഡ്സമായ ടീച്ചർ വന്നാൽ, ഹായ് എൻ്റെ പേര് ചിന്നാണ് എന്ന് പറയാം. ചിന്ന് ക്ലാസ് എടുക്കായിരുന്നു. ഹീറോ പറയുന്നു, ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു, വാ ഹാൻസം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട് മിനി സൈറ്റ് അടിക്കായിരുന്നു. മിനി സൈറ്റ് ഓവർ അടിക്കണേ മിനി എന്ന് പറയാം. പോടി എത്ര ഹാൻസം ആയിട്ടുണ്ട് വാവ് എന്ന് പറഞ്ഞ് ജുള്ളു വിട്ടുകൊണ്ടായിരുന്നു മിനി. അതിനപ്പുറം ടീച്ചർ നോക്കുമായിരുന്നു. എന്താടാ ചെയ്യുന്നത് എന്ന് മിനി എടുക്കട്ടെ ഒന്ന്